വളരെ മനോഹരമായി ഇത്രയും നേരം MC മാസ്ട്രോ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പേര് ഗോപിക, തിരുവനന്തപുരം ജില്ലയിലെ വർക്കല സ്വദേശിനിയാണ്. മാം പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആയിരിക്കാണ് ഈ ഒരു കോൺസെപ്റ്റിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 5 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു ഫിജിക്കാട്ട് എന്ന് പറഞ്ഞല്ലേ, കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി വന്ന സമയത്താണ് ഈ ഒരു കോൺസെപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അന്നൊക്കെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു പുതിയ ഒരു ഇ-കൊമേഴ്സ് കോൺസെപ്റ്റ് ആയിരുന്നു ഫിജിക്കാട്ട്. ഞാനൊക്കെ ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ ഈ ഇരിക്കുന്ന പലരും ഫിജിക്കാട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതിനോടകം തന്നെ കേട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് ഉള്ളവരായിരിക്കും. പക്ഷെ ഞങ്ങളൊക്കെ വന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള സമയത്ത് ഫിജിക്കാട്ട് എന്ന് പറയുന്നത് എന്താ പറയാ, ഞങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു ഇ-കൊമേഴ്സ് കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോ എന്താണ് ഫിജിക്കാട്ട് എന്നുള്ളത് പലർക്കും ഒരു സംശയമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഫിജിക്കാട്ട് നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ മുതലായിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് കോൺസെപ്റ്റ് തന്നെയാണ് ഫിജിക്കാട്ട് എന്ന് പറയുന്നത്. ഫിജിറ്റലായിട്ടും ഡിജിറ്റലായിട്ടും, അതായത് ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും വർക്ക് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫിജിക്കാട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഫ്ലിപ്കാർട്ട്, ആമസോൺ മുതലായിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ അതുപോലത്തെ ഒരു ഇ-കൊമേഴ്സ് കോൺസെപ്റ്റ് തന്നെയാണ് ഫിജിക്കാട്ട്. പക്ഷേ ഇതിൽ നിന്നും എന്തുകൊണ്ട് ഫിജിക്കാട്ട് ഡിഫറെന്റ് ആയി, അല്ലെങ്കിൽ ഇതിൽ നിന്നും എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പറഞ്ഞ ബാക്കിയുള്ള ഇ-കൊമേഴ്സുകൾക്കൊന്നും കൊടുക്കാൻ പറ്റാത്തത്ര ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഫിജിക്കാട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെ, നമുക്ക് ചിലപ്പോ വളരെ വിലക്കുറവിൽ ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലുള്ള പ്രോഡക്ട്സ് നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലൂടെ നമുക്ക് ഒരു ഇൻകം കിട്ടുക എന്ന് പറയുന്നത്, അല്ലേ, ചിലപ്പോ പ്രൈസ് ഒക്കെ കുറച്ചിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഒരു ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതായിരുന്നു. പക്ഷെ ഈ ഫിജിക്കാട്ട് എന്ന് പറയുന്നത് 100 SVയുടെ ഒറ്റ തവണത്തെ പർച്ചേസ് വഴി നമ്മൾ കുറച്ച് പ്രോഡക്ട്സ്, നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഓൺലൈൻ വഴി ഒറ്റ തവണത്തെ പർച്ചേസിലൂടെ എടുത്തു കഴിഞ്ഞാൽ ഫിജിക്കാട്ടിലല്ലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഫിജിക്കാട്ട്. അതായത് ഇ-കൊമേഴ്സ്, നമ്മുടെ പ്ലാൻ പ്രസന്റേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇ-കൊമേഴ്സ്, ഡയറക്റ്റ് സെല്ലിങ്, ഹെൽത്ത് ആൻഡ് വെൽനെസ്, റെഫറൽ മാർക്കറ്റിംഗ് പോലെയുള്ള 4 ഇ-കൊമേഴ്സ് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിജിക്കാട്ട് റൺ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ളത് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാർ, അല്ലെ. വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാർ ആണ് നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു പണ്ട് കാലഘട്ടം ഒരുപാട് അല്ലെങ്കിൽ കാലം ഒരുപാട് മാറിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ട് നമ്മൾ പോയി തന്നെ ജോലി ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം, നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, അവിടെ നിന്ന് തന്നെ നമ്മൾ ശമ്പളം വാങ്ങിയിരുന്നു. പക്ഷെ ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാണ്, നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ഒരു ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഇല്ലാണ്ട് തന്നെ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ അതുവഴി നമുക്ക് ഇൻകം നേടാം എന്നുള്ളതാണ് ഫിജിക്കാട്ട് എന്ന ഒരു ഇ-കൊമേഴ്സ് കോൺസെപ്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ അച്ഛനെ, അമ്മേനെ, ഹസ്ബൻഡിനെയും കുട്ടികളൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന സമയം വെച്ചുകൊണ്ട്, ഇല്ലേ, നമുക്ക് എന്താ പറയാ, പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ട് വേണമെങ്കിലും ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് കോൺസെപ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഏതൊരു ഇ-കൊമേഴ്സ് കോൺസെപ്റ്റ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ നല്ലതായിരിക്കും. പക്ഷേങ്കിൽ അത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ കമ്പനിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിന്റെ ചെയർമാനെ കുറിച്ചിട്ടും ഇതിന്റെ ബാക്കിയുള്ള പിന്നെ ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ പിന്നെന്താണ് പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ കമ്പനി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണ് എങ്കിൽ ഒരു ഇ-കൊമേഴ്സ് വഴി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്യാം. ഫിജിക്കാട്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. നമ്മൾ പ്ലാൻ പ്രസന്റേഷനിൽ കേട്ടിട്ടുണ്ടായിരുന്നു, എല്ലാ തരത്തിലുള്ള പ്രോഡക്ട്സ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള
പ്രോഡക്ട്സുകൾ, ഓൺ പ്രോഡക്ട്സുകൾ, കമ്പനിയുടേതായിട്ടുള്ള തന്നെ ബ്രാൻഡഡ് പ്രോഡക്ട്സുകളാണെങ്കിലും നമ്മൾ ഒരു കടയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് എന്തൊക്കെ പ്രോഡക്ട്സ് അവിടെ ഉണ്ടോ അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പ്രോഡക്ട്സ് എടുക്കുകയാണെങ്കിൽ നമുക്കതിലല്ലേ ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഓഫറോ ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേങ്കിൽ ഒരു ഫിജി കാർട്ടിൽ ഐഡി അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫിജി കാർട്ടിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഫിജി സ്റ്റോറിൽ പോയിട്ട് പ്രോഡക്ട്സ് എടുക്കുകയാണ് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇൻകം നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കിട്ടും. അതായത് ഓരോ പ്രോഡക്ട്സിനും ഓരോ SB ഉണ്ട്. ആ SBക്ക് അനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ എമൗണ്ടുകൾ എന്ത് ചെയ്യും നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കിട്ടും എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യക്ക് അകത്ത് തന്നെ ഒരുപാട് ഫിജി സ്റ്റോറുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഓൺലൈൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് ഒരുപാട് ഫിജി സ്റ്റോറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലേ സ്റ്റോർ വഴിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ പ്രോഡക്റ്റുകൾ അല്ലെ എല്ലാ തരത്തിലുള്ള പ്രോഡക്ട്സുകളും നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇത് എന്താ പറയാ, ഇതിന്റെ ജോബ്, ഈ ഒരു ഫിജി കാർഡിന്റെ ജോബ് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുക, കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ജോബ് എന്ന് പറയുന്നത്. ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും നമ്മൾ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രോഫിറ്റ്സ് അല്ലെ, എന്നെ പോലുള്ള എനിക്ക് തോന്നി ഞാൻ 21-21 വയസ്സിലാണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ZSDM ആയിട്ടുള്ള ശ്രീലക്ഷ്മി എന്ന് പറയുന്നൊരു ശ്രീലക്ഷ്മി അമ്മ മുഖാന്തരമാണ് ഈ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ പലരും നിങ്ങളുടെ ഒരു ഫ്രണ്ടോ ഒരു റിലേറ്റീവോ ഒക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു മീറ്റിംഗിൽ വന്നിട്ടുള്ളത്. വർഷങ്ങൾക്കപ്പുറം ഞാനും ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഞാൻ എന്താ പറയാ വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നതും ഇതുപോലൊരു സൂം മീറ്റിംഗ് ഒരു 4-5 വർഷത്തിന് മുന്നേ ഞാനും അറ്റൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതും നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻസ് ആണ്. അതായത് 7-8 തരത്തിലുള്ള പ്രോഫിറ്റുകൾ, കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻസ് ആണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസ് പറയുന്നുണ്ട്. കമ്പനിയുടെ 3ാമത്തെ റാങ്ക് ആയിട്ടുള്ള സെയിൽസ് മാനേജർ എത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു എന്താ പറയാ SB നമ്മൾ അച്ചീവ് ചെയ്യുകയാണ് എങ്കിൽ ഒരു 10-20,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. ആ ഒരൊറ്റ എന്താ പറയാ ഒരു ഹെഡിങ്ങിലാണ് ഈ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കമ്പനിയുടെ ആ ഒരു 3ാമത്തെ റാങ്കും അതുപോലെ തന്നെ 4, 5, 6, 7 ഒക്കെ റാങ്കുകൾ അച്ചീവ് ചെയ്ത് കമ്പനിയുടെ 10ാമത്തെ റാങ്കിലാണ് ഞാനിരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്രയും നല്ല രീതിയിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു BA എക്കണോമിക്സ് സ്റ്റുഡന്റ് ആണ്. എനിക്ക് ഫിജി കാർട്ട് എന്താണെന്നോ ഇ-കൊമേഴ്സ് എന്താണെന്നോ അല്ലെങ്കിൽ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നുമല്ല ഞാൻ വന്നിട്ടുള്ളത്. കമ്പനിയുടെ ഫിജിറ്റൽ അക്കാഡമി എന്ന് പറയുന്ന അക്കാഡമിന്ന് ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഫിജിറ്റൽ അക്കാഡമി നമുക്ക് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ച് മനസ്സിലാക്കി നമ്മൾ ഒറ്റയ്ക്കല്ല ഒരു ടീം വർക്കായിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളെ ശരികൾ പറഞ്ഞ് മുന്നോട്ട് പോകാനും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് ഏർണിങ് ചെയ്യാവുന്നതും ഒക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്താണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കമ്പനിയിൽ അല്ലെ ഒരുപാട് ഇന്ന് എനിക്ക് തോന്നുന്നു എന്നെ പോലുള്ള സ്റ്റുഡൻസ്, ഇന്ന് കല്യാണം കഴിഞ്ഞ് ഒരു മകളുണ്ട്. അതുപോലെ തന്നെ എന്നെ പോലുള്ള ഞാനിപ്പോ വർക്കിനൊന്നും പോകുന്നില്ല, ഫിജി കാർട്ട് എന്താ പറയാ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഒരുപാട് ടീച്ചേഴ്സ്, നഴ്സസ്, ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സ്റ്റുഡൻസ്, അങ്ങനെയുള്ള ഒട്ടുമിക്ക ഒരുപാട് ആൾക്കാരും ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഫിജി കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഇ-കൊമേഴ്സ് കോൺസെപ്റ്റ് ഏറ്റെടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് തന്നെയാണ് അല്ലെ. ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് കോൺസെപ്റ്റിലും എന്ത് പറയാ നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു ഞാൻ കേട്ടില്ല. പക്ഷെ നമ്മുടെ ഫിജി കാർട്ടിൽ നമുക്ക് മാത്രമല്ല, ഇപ്പം ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മകള്, ഞങ്ങൾ 3 പേർക്കും കൂടെ ചേർത്തിട്ട് ഞങ്ങളുടെ ഏജിനനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് അടച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഷുറൻസ് നമുക്ക് കവർ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്ത് കിട്ടത്തുള്ളൂ. പക്ഷെ ഫിജി കാർട്ടിൽ 1 രൂപ പോലും നമ്മൾ അടയ്ക്കേണ്ട. നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ജോയിൻ ചെയ്ത് SB മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മാത്രമല്ല എൻ്റെ ഫാമിലി, ഇപ്പോ അച്ഛൻ, അമ്മ, ഞാൻ, അല്ലെങ്കിൽ ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, മകള്, അങ്ങനെയുള്ള
എന്റെ ഫാമിലിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഇൻഷുറൻസ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് കമ്പനി ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിജിറ്റൽ അക്കാഡമി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഫിജിറ്റൽ അക്കാഡമിയും ഉണ്ട്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയിൽ ഈ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഒരു 5 വർഷത്തോളമായി ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ടൈം ആണെങ്കിലും മാരേജ് ടൈം ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഡെലിവറി ടൈം ആണെങ്കിലും ഇപ്പോ ഒരു 7 മാസം ചെന്ന ഒരു മകളുണ്ട്, അവളെയും കൊണ്ടുള്ള ഒരു മദർഹുഡ് ആണെങ്കിൽ കൂടിയും ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിലൂടെയാണ് ഞാൻ മീൻസ് നമുക്ക് അതിൽ നിന്നുള്ള കിട്ടിയിട്ടില്ല, വേറെ ഒരു ജോബിനൊന്നും പോകുന്നില്ല. ഈ ഒരു കോൺസെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു ഫിജിക്കാട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അത്രയും നമുക്ക് എന്താ പറയാ നല്ല രീതിയിൽ മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള അത്രയും ധൈര്യം നമുക്ക് തന്നിട്ടുള്ളതും ഈ ഒരു കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ സലീന മാം പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ കല്യാണത്തിന് എൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിന് കിട്ടിയിട്ടുള്ള ഏർണിങ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാനൊരു അൾട്രോസിന്റെ ഒരു കാർ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഫിജി കാർഡ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് 10ാം ക്ലാസ് പാസ്സാവാൻ നല്ല മാർക്കോട് കൂടി, അത് കഴിഞ്ഞ് +1 +2, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഡിഗ്രി, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ട് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച് കുറച്ച് വർഷമൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് വളരെ തുച്ഛമായിട്ടുള്ള ജോലി എവിടെയെങ്കിലും നമുക്ക് കിട്ടി അതിൽ നിന്ന് പിന്നെ ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി ഒട്ടുമിക്ക ആൾക്കാർക്കും ഭയങ്കര കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. പക്ഷെ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ടൈമായിരുന്നു ഈ പറഞ്ഞ കൊറോണ കാലം. ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണെന്നും എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് തിരിച്ചറിവുണ്ടായിട്ടുള്ളത് ഈ ഒരു കൊറോണ ടൈമിലാണ്, അല്ലെങ്കിൽ ഫിജി കാർട്ടിൽ വന്നതിന് ശേഷമാണ്. എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കും സ്വന്തമായിട്ടൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എനിക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളതും ഈ ഒരു ഫിജി കാർട്ടിൽ വന്നതിന് ശേഷമാണ്. ഇന്നും എൻ്റെ മകൾക്ക് 7 മാസം പ്രായമായിട്ടുള്ള അവൾക്ക് കൂടി എന്തെങ്കിലും എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ഫിജി കാർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അത്രത്തോളം നമുക്ക് എന്താ പറയാ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ എങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ കഷ്ടപ്പാടും ദുരിതവും അങ്ങനെയല്ല, നല്ല രീതിയിൽ സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നല്ല രീതിയിൽ ഏർണിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഫിജി കാർട്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണെങ്കിലും അല്ലെ, സലീന മാം പറഞ്ഞ പോലെ നാളത്തേക്ക് മാറ്റി വെക്കാണ്ട് ഇന്ന് തന്നെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്ത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, വേറൊരാളടുത്ത് നിങ്ങൾ അഭിപ്രായം ചോദിക്കാണ്ട് നിങ്ങളെ കൊണ്ടുവന്നവരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഉത്തരം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു തീരുമാനം എടുക്കണം. അതുപോലെ തന്നെ ഗൂഗിള്, യൂട്യൂബ് ഒക്കെ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിജി കാർഡ് ഒരുപാട് ചാൻസുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് ഫിജി കാർട്ട്, എന്താണ് ഫിജി കാർട്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ആരാണോ കൊണ്ടു തന്നിട്ടുള്ളത് അവർ മനസ്സിലാക്കി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു ആൾ.